ജവഹർലാൽ നെഹ്റു ആ കാലം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്. സഹകരണ മേഖല എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ട്രഷറിയാണെന്നും അത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രേഖയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ചെറുതായിട്ട് മാത്രമേ മുന്നേറിയിട്ടുള്ളൂ. അപ്പോൾ അതിന് നല്ല ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്കിഷ്ടം പോലെ മൂലധന നിക്ഷേപത്തിനുള്ള സൗകര്യം സഹകരണ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം ആണ് കേരളം എന്നുള്ളതുകൊണ്ട് ആ മേഖലയെ നമുക്ക് ഫലപ്രദമായിട്ട് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. നിർദ്ദേശങ്ങളെ സംബന്ധിച്ചെല്ലാം ഓരോന്നും നമ്മൾ സഖാക്കൾ കാണുന്നത് ജനവിരുദ്ധമാവാതിരിക്കുകയും അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഈ കേരളത്തിലെ അടിസ്ഥാന വർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായി ഈ സന്ദർഭത്തിലും കൈകാര്യം ചെയ്യപ്പെടുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രതിനിധി സഖാക്കളുടെ ഊന്നൽ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ വികസന പ്രക്രിയ മുന്നോട്ടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇടത്തരം വിഭാഗത്തെ രൂപപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്നാൽ അതോടൊപ്പം തന്നെ പരമ്പരാഗതമായ തൊഴിലാളി വിഭാഗം, ജനവിഭാഗങ്ങൾ, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഭാഗം, ആ വിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഫലപ്രദമായിട്ട് ഈ പൊതുവികാസത്തിൻ്റെ ഒപ്പം തന്നെ അതിനെയും ഫലപ്രദമായി ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോകണം എന്നുള്ള കാര്യമാണ് സഖാക്കൾ ഡെലിഗേഷനുകൾ വ്യക്തമാക്കിയത്. ഏതൊക്കെ മേഖലയാണോ വേണ്ട ആ എല്ലാ മേഖലയും അത് സർവ്വതല സ്പർശിയായ മേഖലയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏതെങ്കിലും പ്രത്യേക നിങ്ങൾക്ക് പല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കും. ജനവിരുദ്ധമാവില്ല. ജനവിരുദ്ധമാവുന്ന ഒരു സമീപനവും ഞങ്ങൾ സ്വീകരിക്കില്ല. അല്ല, നിങ്ങൾക്കുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനൊരു ആശങ്കയുണ്ട്. ആ ആശങ്ക നിങ്ങൾ ഈ പരിപാടി എങ്ങനെയാണോ നടപ്പിലാക്കാതിരിക്കേണ്ടത് എന്ന കാര്യം വെച്ചുകൊണ്ട് പ്രതിരോധിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത് നിങ്ങളോട്. ആദ്യം ഞങ്ങളെ സംബന്ധിച്ച് ചർച്ചയിലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ചർച്ച അത്യാവേശത്തോടുകൂടിയാണ് സമ്മേളനം ഈ ഓരോ നിലപാടിനെയും സ്വീകരിക്കുന്നത്. നിങ്ങളെല്ലാം വിചാരം എന്താ ഞാൻ ഓരോന്ന് പറയുമ്പോൾ കൈയടിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ പൊതുസമ്മേളനം മറ്റാ നല്ല പക്വത വന്ന കേഡർമാരാണ് പങ്കെടുക്കുന്നത് സമ്മേളനത്തിലേട്ടാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല. ഒരു കുറേ കഴിയട്ടെ, അപ്പോൾ നിങ്ങളെല്ലാം പങ്കെടുപ്പിക്കാം. അപ്പോഴാ നിങ്ങൾക്ക് മനസ്സിലാകുക സമ്മേളനം എന്താണെന്ന്. ഇപ്പോഴിങ്ങനെ പുറത്തു നിന്നിരിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അല്ല, പൊതുവായിട്ടുള്ള കാര്യം ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളും ഏതെങ്കിലും അർത്ഥത്തിൽ PPP ആക്കുക എന്നുള്ളതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനം തുടർന്ന് മുമ്പോട്ടേക്ക് പോകാനാവാത്ത സാഹചര്യം വരുന്ന ഘട്ടത്തിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. അതെന്ത് വേണമെന്നുള്ളത് അത് സഹകരണ മേഖല ഉപയോഗിക്കാൻ പറ്റുന്ന സഹകരണ മേഖല ഉപയോഗിക്കാം, പൊതുമേഖല ഉപയോഗിക്കാൻ പറ്റുന്ന അത് ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ PPP ഉപയോഗിക്കാം. അങ്ങനെയുള്ള പല ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേതിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. മനസ്സിലോ? ഓരോ ജില്ലയിലും സഖാക്കൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് പറഞ്ഞു, ഇന്ന കമ്പനികളിൽ നിന്ന് സജീവമായി പ്രവർത്തിക്കാൻ സാധിക്കാതെ നിശ്ചലമായി കിടക്കുകയാണ് എന്ന് അങ്ങൊന്നും ഇങ്ങനത്തോളം പറയേണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നോക്കും, ശ്രദ്ധിക്കും. ഭൂമി മാത്രമൊന്നുമല്ല, ഭൂമി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത് അത് ഗവൺമെൻറ് ചെയ്ത് നടപ്പിലാക്കാൻ പോകുന്ന സന്ദർഭത്തിലല്ലേ നയം ഒരു പ്രാവർത്തികമാക്കുന്ന ഘട്ടം വരുമ്പോഴും സ്വാഭാവികമായിട്ടും LDF ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്തിട്ടല്ലേ കേരളത്തിൽ നടപ്പിലാക്കുക. കഴിഞ്ഞ പ്രാവശ്യം LDFൻ്റെ ഭാഗമാക്കി മാറ്റിയല്ലോ ആ രേഖ. അതുപോലെ ഇപ്പോൾ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന രേഖ അവതരിപ്പിച്ച് അംഗീകരിക്കുന്നതോടുകൂടി അത് പൊതു സ്വത്തായിട്ട് മാറും. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ ഭാഗമായിട്ട് LDF ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ലാഭത്തിലെടുക്കുന്ന ഒരു PPP ഇല്ല. പറഞ്ഞ അത്രയുണ്ട്, കൂട്ടിപ്പോയ സൈസ് എത്രയുണ്ട്, അത്രയേ ഉള്ളൂ. ലാഭത്തിൽ പോകുന്നതോ അതായത് പൊതുമേഖല വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യയിലെ ക്രോണി ക്യാപിറ്റലിസം എന്നൊരു പദം കേട്ടിട്ടുണ്ടോ?
ഞാൻ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് പറഞ്ഞതാണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പദം? ഉണ്ടോ? എന്താ പറയാതെ? ക്രോണി ക്യാപിറ്റലിസം വന്ന ഒരു പദം കേട്ടിട്ടുണ്ടോയെന്ന്. ചങ്ങാത്ത മുതലാളിത്തം. അതാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി.